തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി തേങ്ങ പൊട്ടിച്ചതാണ്. 2 കഷ്ണം ആണതിന് പകരം ഞാനിപ്പോൾ പൊട്ടിക്കുമ്പോൾ 4 കഷ്ണം കൂട്ടാം. തേങ്ങ ഒരു കണക്കിന് ഞാൻ ചിരണ്ടി എടുത്ത് ഞാനിതിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു തേങ്ങയും പിന്നെ 4 അല്ലി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പിലയും. പിന്നെ ഞാൻ ആദ്യം തന്നെ ചട്ടിയിലോട്ട് ആ ഉള്ളി ഒക്കെ ഇടുന്നതിന് മുമ്പ് തേങ്ങ ഇട്ട് ഒന്ന് ചൂടാക്കുക, ആ വെള്ളം ഒന്ന് പോകാൻ വേണ്ടി. എന്നിട്ട് പിന്നെ ഉള്ളിയും കൂടി ഇട്ട് ഒരു 10 മിനിറ്റ്, ടോട്ടൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കും. ആ കയ്യിൽ 4 പ്രാവശ്യമായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം ആദ്യം ഉപയോഗിച്ചു, പിന്നെ 2 പ്രാവശ്യം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഇത് വറുത്തെടുക്കുന്നത്. 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി. നന്നായിട്ട് മൊരിഞ്ഞ സമയത്ത് ഇച്ചിരി വെളിച്ചെണ്ണ അതിനകത്തുണ്ട്. എന്നിട്ട് ചട്ടി ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ പൊടികളിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് 2-3 പ്രാവശ്യം ഒന്ന് ഞാൻ ഇളക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടൊന്ന് ബാലൻസ് ആവാൻ വേണ്ടി. എന്നിട്ട് നല്ലോണം തണുത്ത് കഴിഞ്ഞിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരക്കാൻ പ്രയാസവും നമുക്ക് കുറച്ചൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ പ്രയാസമാകുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അരച്ചെടുക്കുക. വെള്ളം തൊടരുത്, വെള്ളം തൊട്ട് ആ കളർ പോകട്ടോ. എന്നിട്ട് ഞാൻ ഇതേപോലത്തെ ചോറ്റുപാത്രത്തിലാക്കിയാൽ വെക്കണം. എന്നിട്ട് ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു പീസായിട്ട് അല്ലെങ്കിൽ ഒന്ന് കോരി തണുപ്പാറി കഴിയുമ്പോൾ ഒന്ന് കോരി ഇടുകയാണ് ചെയ്യണേ. ഞാൻ വറുത്തരച്ച് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്, അത് കാണിച്ചെന്നുള്ള